ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി ഇത് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. അപ്പോൾ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരുമിക്കാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആദ്യ കാലങ്ങളിലൊക്കെ നിങ്ങളുടെ ബന്ധം വളരെ ശക്തമായൊരു ആത്മീയ ബന്ധം അല്ലെങ്കിൽ സോളുകൾ തമ്മിലുള്ള ഒരു ബന്ധമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇരുവരുടെയും ഹൃദയം ഒരുമിച്ച് ചേർന്നിരുന്നു. അതുപോലെ നിങ്ങളിൽ ഒരാൾക്ക് മാത്രമല്ല രണ്ടുപേർക്കും ഇവനാണ് അല്ലെങ്കിൽ ഇവളാണ് എൻ്റെ ആള് എന്നൊരു ഉറപ്പ് ഉള്ളിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുമിച്ച് ചേർന്നപ്പോൾ ലോകം തന്നെ മാറിയതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയിരുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പൊ ഹൃദയം നിറയെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളതും എന്നാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് കാർഡിലൂടെ, ഏസ് ഓഫ് കപ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ ഒരു ബന്ധത്തിൽ ഒരു സ്റ്റക്നെസ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില സംശയങ്ങളും അവ്യക്തതകളും നിങ്ങൾക്കിടയിൽ വളർന്നു വന്നു എന്നാണ് കാണുന്നത്. അത് ചിലപ്പോൾ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ പരസ്പരം തുറന്നു പറയാതെ പോയതുകൊണ്ടാകാം, ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാകാം, ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ടുമാകാം. എന്തുകൊണ്ടായാലും ഈ ഒരു ബന്ധം അറിയാതെ പതിയെ ഒരു സ്ലോലി ഒരു ഇരുട്ടിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്ത് നിങ്ങൾക്ക് ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ താൻ ഒറ്റപ്പെടുകയാണോ എന്ന് ഇരുവരും അകത്ത് ഇങ്ങനെ മനസ്സിനുള്ളിൽ വേദനിച്ചെന്ന് തുറന്നു പറയാൻ കഴിയാതെ പോയി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രണ്ടുപേർക്കും ഈ വേദനകൾ ഉണ്ടെങ്കിലും അവര് മനസ്സിനുള്ളിൽ ആ വേദന വെച്ചിട്ട് അത് തുറന്നു പറയാൻ കഴിയാതെ പോയൊരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എങ്കിലും യൂണിവേഴ്സ് കാണിച്ചു തന്ന ഒരു പ്രതീക്ഷയുടെ വെളിച്ചം ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അതായത് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വീണ്ടും ഒരുമിക്കാനായിട്ട് ഒരു ഹീലിംഗ് എനർജി അയക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാകുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയം ഹീലിംഗ് എനർജി ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പിന്നെ നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു എനർജി പറയുകയാണെങ്കിൽ അവരുടെ മനസ്സ് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വിതുമ്പുകയാണ് എന്നാണ് കാണുന്നത്. ഒരിക്കൽ പോലും അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം അവസാനിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവര് നിങ്ങളിലേക്ക് വീണ്ടും വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. വീണ്ടും നിങ്ങളിലേക്ക് എത്തണം എന്ന ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, 8 ഓഫ് സോർഡ്സ്, പിന്നെ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾ പരാജയപ്പെടുമോ എന്നൊരു പേടിയൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ ആ ഒരു പേടി തന്നെയാണ് ഒരു ആക്ഷൻ എടുക്കാൻ അവരെ അനുവദിക്കാത്തത്. ആ ഒരു ഭയത്തിൽ അവർ പെട്ടുകിടക്കുകയാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് പോയ വ്യക്തികളാകാം ഇവര്, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഒത്തിരി ആഗ്രഹമുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു പോയൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ തിരികെ വരുമ്പോൾ നിങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ പറയുമോ അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുമോ എന്നിങ്ങനെ ആ തരത്തിലുള്ള പേടികളാണ് ഇവർക്കുള്ളത്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി കടന്നു പോയവരാകാം, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുപോയവരൊക്കെ ആകാം, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോയവരാകാം. എന്താണെങ്കിലും ഇപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി കിട്ടി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസോ അങ്ങനെ നിങ്ങളെ മനസ്സിലാക്കാൻ തെറ്റിദ്ധരിച്ചതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ഒരു ക്ലാരിറ്റി അവർക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് തിരികെ വരണമെന്നാണ് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ തന്നെയാണ് അവരെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാതെ പിന്നോട്ട് നിർത്തുന്നത് എന്നാണ് കാണുന്നത്. അതായത് ഒരു ആക്ഷൻ എടുക്കാതെ ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ
ഇവിടെ ഒരു വിൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് പറയുന്നത് പോലെ തന്നെ വിധിയുടെ ചക്രം തിരിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും സമയം വരുന്ന ആ ഒരു സമയത്ത് സമയം മാറുന്ന ഒരു ഇത് വരും. ഇങ്ങനെ വിധിയുടെ ചക്രം തിരിഞ്ഞു വരുന്ന സമയത്ത് നിങ്ങളുടെ സമയം മാറും. ആ ഒരു സമയത്ത് നിങ്ങളുടേതായ ഒരു ഡെസ്റ്റിനി വീണ്ടും നിങ്ങളെ ഇങ്ങനെ വന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് അപ്രതീക്ഷിതമായി മാറും എന്നാണ് കാണുന്നത്. ഇപ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാതെ നിൽക്കുന്ന ഒരു സമയമായിരിക്കും, അല്ലെങ്കിൽ ഇത് എൻഡായി പോയി എന്ന് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. ആ ഒരു സമയത്ത് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ കൂട്ടിച്ചേർക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വിധിയുടെ വലിയൊരു വഴിത്തിരിവ് അപ്രതീക്ഷിതമായി സംഭവിക്കും എന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് 10 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡാണ്. ഈ ഒരു കുടുംബം, സ്ഥിരത, സന്തോഷം, ലോങ് കമ്മിറ്റ്മെന്റ്സ്, ഇതെല്ലാം തന്നെ ഇവിടെ ഈ ഇരുവരും ഒരുമിച്ച് കൈകോർത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കാണുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. സന്തോഷം കിട്ടും, ഒരു ലോങ് കമ്മിറ്റ്മെന്റ് കിട്ടും, ഒരു സ്ഥിരത ഉണ്ടാകും എല്ലാത്തിനും എന്നൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ ബന്ധം പരീക്ഷണങ്ങൾ ഒക്കെ നിറഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. പക്ഷെ അത് ഈ ബന്ധം അവസാനിക്കാൻ, അതായത് എൻഡ് ആകാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ പരീക്ഷണങ്ങളൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു ബന്ധം അവസാനിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ പരീക്ഷണങ്ങൾ ലൈഫിൽ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇനിയും ലൈഫിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ലെസൺസ് ഒക്കെ ഒന്ന് പഠിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ്. അപ്പം സമയം എത്ര എടുത്താലും നിങ്ങൾക്കിനി എത്ര പേടിയും തടസ്സങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാലും അതെല്ലാം മറികടന്ന് നിങ്ങൾ ഒരുമിച്ച് ചേരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം സമയം നിങ്ങളെ പരീക്ഷിച്ചാലും, ഭയങ്ങൾ നിങ്ങളെ തടഞ്ഞാലും, വിധി നിങ്ങളെ തമ്മിൽ വേർതിരിച്ചാലും യൂണിവേഴ്സ് നിങ്ങളെ രണ്ടുപേരെയും വീണ്ടും ഒരുമിച്ച് ചേർക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫ് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒന്ന് തന്നെയാണ്. ഡെസ്റ്റിനി എടുത്തു നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ആളുകൾ തന്നെയാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുമിച്ച് ചേർക്കാനായിട്ട് യൂണിവേഴ്സ് തന്നെ എന്തെങ്കിലും ഒരു അപ്രതീക്ഷിതമായ നീക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടത്തും എന്നുള്ളത് നമുക്ക് ഒരു കാർഡുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ വേദന അനുഭവിക്കുന്ന ഒരു സമയം തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി വിഷമങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങളുള്ളൂ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങളുള്ളൂ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഈ വ്യക്തി വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, എനിക്ക് മാത്രം ഇത്ര പ്രശ്നമുള്ളൂ എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള വിഷമങ്ങൾ ഉള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആണ് ഈ ഒരു റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ല എന്നല്ല, നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അമിതമായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അവർക്കൊരു ആക്ഷൻ എടുക്കണമെന്നുണ്ട്, പക്ഷെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുന്നുമില്ല. കാരണം കൂടുതൽ പേർക്കും ഇവിടെ ഈ ഒരു പേഴ്സൺ തന്നെയാണ്, നിങ്ങളുടെ ഒരു പേഴ്സൺ തന്നെയാണ് എനിക്ക് നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിൽ പോയിട്ടുള്ളത് എന്നാണ് കാണാനായിട്ട് സാധിക്കുക. അത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കാം അവർ പോയിട്ടുള്ളത്, എന്ന കാരണം കൊണ്ടാന്ന് പറഞ്ഞിട്ടായിരിക്കാം. ചിലവരൊന്നും പറയാതെ പോയിട്ടുള്ളവരുണ്ടായിരിക്കാം. അപ്പൊ അവരായിട്ട് വേണ്ടാന്ന് വെച്ച് പോയ ഒരു ഇതിലേക്ക് പിന്നെയും അവരെ വീണ്ടും റിവേഴ്സ് വരുമ്പോൾ അവർക്ക് അവിടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകുകയും അല്ലെങ്കിൽ നിങ്ങൾ ഇനി സ്വീകരിക്കാതെ വരും എന്നവർക്ക് ഒരു 99% ഉറപ്പാണ്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, അതാണ് അവരെ പുറകോട്ട് ഇങ്ങനെ വലിച്ചു നിർത്തുന്നത്. പക്ഷെ നമുക്കിവിടെ ഒരു ആക്ഷൻ കാർഡ് ഒന്നും കാണുന്നില്ല, ഒരു ആക്ഷൻ എടുക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ. അവർക്ക് പേടിയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നമുക്ക് യൂണിവേഴ്സ് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് ഉള്ള എനർജീസ് വരുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ ഒരു അപ്രതീക്ഷിതമായ ഒരു സംഭവം നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിനെ ബാധിക്കുന്ന തരത്തിൽ ഉണ്ടാകുമെന്നും അവിടെ ആ ഒരു സമയമാകുമ്പോൾ ആ ഡെസ്റ്റിനിയിൽ അത് നടന്ന് നിങ്ങൾ ഒരു ഒന്നായി തീരും എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തേക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് ഹെൽത്ത് ഇഷ്യൂസ് എന്നാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. 7 days എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ വരുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിൽ കവിളിലെ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളായിരിക്കാം
ചാൻസ് ഉണ്ട്. അതുപോലെ സോഷ്യൽ വർക്കർ എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. 2023 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. 1984 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലൗബിൾ എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. ആർട്ടിസ്റ്റ് നമുക്കിവിടെ ക്ലൂ കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ 1982 നമുക്ക് കിട്ടുന്നുണ്ട്. 1 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഉണ്ട്. ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. പെയിന്റിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ബ്ലൂ കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. ലെറ്റർ ഒ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ല എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ക്രേസി, വളരെ ക്രേസി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ. ഷോർട്ട് ഹെയർ, നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഷോർട്ട് ഹെയർ ഉള്ള ആളായിരിക്കാം. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളർ. റൈഡിങ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 1987 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ നമ്പർ 53 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, 2002 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നു. യെസ് പോസിബിൾ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1988 നമ്പർ 12 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ ജി ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അക്കൗണ്ടിങ് സാമ്പത്തികപരമായ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 2005 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെപ്റ്റംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.